പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ കരുതുന്ന സ്നേഹം നമ്മളുടെ കുടുംബങ്ങൾക്ക് എന്നും തണലായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ കഥയാണല്ലോ കൊച്ചാഗ്നസിൻ്റേത്. തൻ്റെ വീട്ടിലെ പണികളെല്ലാം തീർത്ത് ആരോടും പറയാതെ വൃദ്ധരായവരെ ശുശ്രൂഷിക്കുവാൻ പോകുന്ന തൻ്റെ മാതാവിനെ ഒരിക്കൽ ആഗ്നസ് കണ്ടെത്തി. അവിടെ നിന്നാണ് ജീവിക്കുന്ന വിശുദ്ധ എന്നറിയപ്പെട്ട മദർ തെരേസയ്ക്ക് ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കടന്നു വരുവാൻ ആദ്യ പ്രചോദനം ലഭിക്കുന്നത്. സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മുടെ മക്കൾ എന്നും നല്ലവരായിരിക്കണമെന്ന ശാഠ്യത്തിൽ നാം അവർക്ക് അനേകം ഉപദേശങ്ങൾ നൽകാറുണ്ട്. എന്നാൽ ദൈവകൃപയിൽ നിറഞ്ഞ മാതാപിതാക്കൾ ആരും കാണരുതെന്ന് ആഗ്രഹിച്ചു ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ദൈവം അവരുടെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുന്നു. ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാൾ നമ്മളുടെ പ്രവൃത്തികളിലൂടെ നാം പകർന്നു കൊടുക്കുന്ന വിശ്വാസമാണ് നമ്മളുടെ മക്കളെ വിശുദ്ധിയുടെ പാതയിലേക്ക് നയിക്കുന്നത്. ഇന്ന് തങ്ങളുടെ കുടുംബങ്ങളിലൂടെ ഈശോയെ അനുഭവിച്ചറിഞ്ഞ യുവഹൃദയങ്ങളെ നമുക്ക് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡോണ. ഞാൻ ഷാർജ പാരിഷണറാണ്. ഞാൻ MCOM കഴിഞ്ഞ് ലെക്ചററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷെറിൽ. ഞാൻ അജ്മാലിൽ നിന്നാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോൾ MBA ചെയ്യുന്നു. എൻ്റെ പേര് അലീന. ഞാനും ഷാർജ പാരിഷണറാണ്. ഞാൻ BCom സെക്കൻഡ് ഇയർ ചെയ്യുന്നു. നമ്മൾ 3 പേരും ഇപ്പോൾ ഇവിടെ ആയിരിക്കാൻ ഒരു കോമൺ ഫാക്ടറുണ്ട്. നമ്മുടെ 3 പേരുടെ അമ്മമാരും നഴ്സുമാരാണ്. അവർ നഴ്സസ് മിനിസ്ട്രിയിൽ ഒരു ഭാഗവുമാണ്. അപ്പം അലീനയുടെ അമ്മ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം അത് അലീനയെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? അമ്മ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല വ്യത്യാസങ്ങൾ വന്നത്. ഞങ്ങൾ വിശ്വാസത്തിൽ വളരാനും പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസവും ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അത് വണ്ടിയിൽ തന്നെ പൂർത്തിയാക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് വരാറുണ്ട്. പിന്നെ അമ്മ സെയിൻസിൻ്റെ കഥകൾ പറഞ്ഞുതരും. അപ്പോൾ അവരുടെ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലൂടെ ആ പാതയിലൂടെ പോകാനും ആ വിശ്വാസത്തിൽ വളരാനായിട്ടുള്ള കൃപയും ഞങ്ങൾക്ക് ലഭിച്ചു. എനിക്കും വളരെ സിമിലർ എക്സ്പീരിയൻസ് ആണ്. കാരണം എൻ്റെ അമ്മയാണെങ്കിലും നഴ്സസ് മിനിസ്ട്രിയിൽ വന്നേ പിന്നെയാണ് വിശ്വാസത്തിൽ കുറച്ചുകൂടെ ആഴപ്പെട്ടത്. പിന്നെ ഞാനും എൻ്റെ ബ്രദറും ഇവിടുന്ന് മാറി നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾക്ക് വാട്സാപ്പിൽ രാവിലെ തന്നെ ബൈബിൾ വേഴ്സ് ഒക്കെ അയച്ചു തരും. പിന്നെ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകണമെന്ന് പറയും. പിന്നെ എല്ലാ ദിവസവും പറ്റുന്ന പോലെ ഒരു കൊന്തെങ്കിലും ചൊല്ലാനായിട്ട് പറയും. പിന്നെ എൻ്റെ പേരൻസ് ആണെങ്കിലും ഇങ്ങനെ ഒരിക്കലും ഞങ്ങളെ പഠിത്തത്തിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്നല്ലായിരുന്നു പറയുന്നത്. എപ്പോഴും ഞങ്ങളോട് വിശുദ്ധിയിൽ വളരണം എന്നായിരുന്നു പറയുന്നത്. നിങ്ങളുടെ 2 പേരുടെയും ഷെയറിങ്സ് കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ് യോഹന്നാൻ 14:14. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് തരും. ഈ വചനം ഉപയോഗിച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈശോ തന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ തന്നിട്ടില്ല. അപ്പം അതിൻ്റേതായ സങ്കടവും വിഷമവും ദേഷ്യവും സ്വാഭാവികമായിട്ടും എനിക്കുണ്ടായിട്ടുണ്ട്.
അന്നേരം അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ പറയുന്നതെല്ലാം എനിക്ക് ചെയ്തു തരുന്നത് എൻ്റെ അടിമയാണ്. നമ്മുടെ ഈശോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ പപ്പ ആണ്. അപ്പോൾ അതൊരു 2-way ബ്രിഡ്ജായി. അപ്പം ഞാൻ പറയുന്നതെല്ലാം ഈശോ കേൾക്കണം എന്ന് മാത്രമല്ല, ഈശോ പറയുന്നത് എല്ലാം ഞാനും കേൾക്കണം. അതുപോലെ തന്നെ നമുക്ക് നല്ലതല്ലാത്ത ഒന്നും നമ്മുടെ പേരൻസ് നമുക്ക് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ലതല്ലാത്ത ഒന്നും നമ്മുടെ ഈശോയും നമുക്ക് തരില്ല. ആ ഒരു ബോധ്യം ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പ്രാവശ്യം എനിക്ക് ആശ്വാസം തന്നിട്ടുണ്ട്. ഈശോനെ അനുഭവിക്കാനാണെങ്കിൽ എനിക്കും കുറേ സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ 7th മുതലേ ഓൾട്ടർ സെർവറായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ ഞാൻ വളർന്നു. പിന്നെ അച്ഛന്മാരെ കണ്ട് അവരുടെ ജീവിതവും കണ്ടു, അവരുടെ രീതിയിൽ വളരാനായിട്ടുള്ള കൃപയും എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ കൂദാശകളെല്ലാം അതുപോലെ തന്നെ അനുസരിച്ചാണ് പോവുക. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായി. ഞങ്ങളിങ്ങനെ ദൈവത്തെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു അവൾ 8 വർഷമായി കുമ്പസാരിച്ചിട്ട്. അപ്പോൾ നമുക്കൊക്കെ 1 മാസത്തിനുള്ളിൽ എന്തായാലും കുമ്പസാരിക്കണം എന്നാണ് നമ്മുടെ പേരൻസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ 8 വർഷം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവൾക്കും താല്പര്യമുണ്ടായി, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു എന്താന്ന്. എന്നിട്ട് അവൾ പോയി കുമ്പസാരിച്ചു. അപ്പോൾ ദൈവത്തിന് അങ്ങനെ സന്തോഷിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു ആത്മാവിനെ നേടിയെന്നുള്ളൊരു രീതിയിൽ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ചെറുപ്പത്തിലെ എപ്പോഴും ക്രിസ്റ്റീനിന് പോവായിരുന്നു. ക്രിസ്റ്റീനിന് പറഞ്ഞു തന്നായിരുന്നു, അൽഫോൻസാമയുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പിള്ളേരൊക്കെ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോയി ചോദിക്കുമായിരുന്നു, അൽഫോൻസാമയെ ഞങ്ങൾ എക്സാം എഴുതാൻ പോവാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. അപ്പം ഇതേ കാര്യം തന്നെ ഞാൻ എൻ്റെ ലൈഫിലും എപ്പോഴും ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് അൽഫോൻസാമേനോട് പറഞ്ഞിട്ട് പോവുമായിരുന്നു. അതെനിക്ക് ഒത്തിരി നല്ലതേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്രിസ്റ്റീനിൽ തന്നെ ഒരു ചേട്ടൻ ഒരു ടെസ്റ്റിമണി ഷെയർ ചെയ്തായിരുന്നു. ഇങ്ങനെ നമുക്കിപ്പം എക്സാമിന് തൊട്ട് മുമ്പായിട്ട് 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാൻ തരുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പം ആ ടൈം ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ടൈം പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്യുന്നത്. ആ 15 മിനിറ്റ്സ് ദൈവത്തിന് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സറണ്ടർ ചെയ്ത് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ അതൊരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അതെന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചില്ലെങ്കിലും എനിക്കത് ആ ടൈം എനിക്ക് അങ്ങനെ പ്രെയറിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡോണ പറഞ്ഞ പോലെ ഞാനും 15 മിനിറ്റ്സിൻ്റെ ആ ടൈമിലാണ് പ്രാർത്ഥിക്കുക. പൊതുവേ ഒരു ടെൻഷനുള്ള ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ടെൻഷൻ മാറ്റാനായിട്ട് ആദ്യമേ വിശ്വാസ പ്രമാണവും പിന്നെ പരിശുദ്ധ പ്രാർത്ഥനയും ചെല്ലണം എന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ 15 മിനിറ്റ്സ് ടൈമിലാണ് ചെല്ലുക. അത് എന്നിട്ടേ ഞാൻ പേപ്പറിലേക്ക് നോക്കാൻ പോകാറുള്ളൂ. അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാനും. എക്സാമിന് നമുക്ക് വായിക്കാൻ തരുന്ന ആ റീഡിങ് ടൈം, അന്നേരം ഒരു കുഞ്ഞു പ്രാർത്ഥന, അതിനു മുമ്പ് ആ സീറ്റ് ഒന്ന് ചെറിയൊരു ടിഷ്യൂ വെച്ച് ഒന്ന് തുടച്ച് എൻ്റെ പരിശുദ്ധാത്മാവെ എൻ്റെ അടുത്ത് വന്നിരിക്കണമേ, ഇല്ലാതെ ഞാൻ ഈ പേപ്പർ എഴുതില്ല, ഒരു ചെറിയൊരു ഷാഠ്യം പിടിച്ചാണ് ഞാൻ എക്സാം പേപ്പർ കംപ്ലീറ്റ് ചെയ്യാറ്. നിങ്ങൾ പറഞ്ഞ പോലെ അതും എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഷെറിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഇത് ഓർമ്മ വരുന്നത്. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്, അപ്പം നമ്മൾ വണ്ടിയുടെ സീറ്റിൽ കയറി ഇരിക്കുമ്പോഴേ നമ്മൾ ഈശോയുടെ മടിയിലാണ് ഇരിക്കുന്നത് എന്നൊരു വിശ്വാസത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രാക്ടീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ആക്സിഡൻറ്റോ ഒരു ഇതും വരാതെ ദൈവം കാത്തു സൂക്ഷിക്കും എന്നാണ്. അപ്പം പിന്നെ എനിക്ക് ഞങ്ങളുടെ ഒരു കാറ്റക്കിസം സാറ് പറഞ്ഞു തന്ന കാര്യമാണ്, നമ്മൾ എപ്പോൾ വെളിയിൽ പോകുമ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കയറിയിരിക്കുന്നതേ പരിശുദ്ധാത്മാവേ ഈശോയുടെ തിരുരക്തം കൊണ്ട് ഈ വാഹനം പൊതിയണമേ എന്നുള്ളൊരു പ്രാർത്ഥന. അപ്പോൾ അതും അങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നമ്മളെ ആ ഫുൾ ജേർണിയിൽ നമ്മളെ സഹായിക്കും. ഷെറിൽ ഇവിടുന്ന് വിട്ടിട്ടല്ലേ നാട്ടിലേക്ക് പോയത്? അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദൈവമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് എങ്ങനെയാണ് ശ്രമിച്ചത്? പൊതുവേ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ടെംപ്റ്റേഷൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ എന്നെ തന്നെ പറ്റുന്ന അത്രയും വിശുദ്ധിയിലായിരിക്കാൻ ചെയ്തെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു സാംസ് 91 ചൊല്ലിക്കൊണ്ട്, പിന്നെ എൻ്റെ റൂമിൽ തന്നെ ഞാൻ കുറച്ച് വചനങ്ങൾ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ ഡോക്ടർ ജോണിൻ്റെ അല്ലെങ്കിൽ ഡാനിയൽ അച്ഛൻ്റെ ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ നദാലിയോയുടെ ഈശോ പറഞ്ഞതുപോലെ
നമ്മളായിരിക്കുന്ന സ്ഥലത്ത് 2-3 മിനിറ്റ് ഈശോയെ പറ്റി സംസാരിക്കുന്നത് ഈശോയ്ക്ക് വളരെ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഞങ്ങൾക്കൊരു പ്രചോദനം വെച്ച് ഞാനും എൻ്റെ റൂംമേറ്റ്സും ഞങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് വന്നിരുന്ന് ബൈബിൾ വായിക്കുകയും അതിനെപ്പറ്റി ധ്യാനിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഷെറിൽ ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്കും എൻ്റെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഓർമ്മ വന്നത്. ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നപ്പം ഞങ്ങൾക്ക് കാത്തലിക്സിനൊക്കെ ഡെയിലി മാസും റോസറിയും ഒക്കെ ഉണ്ടായിരുന്നു. റോസറി ഈവനിങ്ങിലും മാസ് രാവിലെ. അപ്പം പക്ഷേ ഈ നോൺ കാത്തലിക്സിന് വേറെ സഭക്കാർക്കും വന്ന് ജോയിൻ ചെയ്യാം. പക്ഷെ എന്നാലും അവർക്ക് അവിടെ പള്ളികളോ അങ്ങനെ ഒന്നും അടുത്തില്ലാത്തത് കാരണം ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ ഇങ്ങനെ ഒരു പ്രെയർ മീറ്റിംഗ് പോലെ വെക്കുമായിരുന്നു എല്ലാ ഈവനിങ്ങിലും. അപ്പം ഞങ്ങൾ വന്ന് കൂടി, ഞങ്ങളുടെ ചെറിയ റൂമിൽ ഒരു 8 പേര് ഞങ്ങൾ കൂടി, എല്ലാ സഭയിൽ നിന്നുള്ള പിള്ളേരും വന്ന് കൂടി ഞങ്ങൾ ഒരു ബൈബിളിലെ ഒരു ചാപ്റ്റർ വായിക്കും. എന്നിട്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് പാട്ടുകൾ പാടും, പ്രൈസ് ആൻഡ് വേർഷിപ്പ് സെഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ഗ്യാതറിങ്ങിലുണ്ടായിരുന്ന കുറേ പിള്ളേർ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയവരും ഒക്കെ ദൈവത്തിലോട്ട് തിരിച്ചു വന്ന് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. ഡോണയുടെ ഈ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു കോളേജ് ലൈഫിൽ നിന്ന്. അപ്പം എൻ്റെ ഹോസ്റ്റൽ ലൈഫിലെ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട്. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് ഞാനൊന്ന് വീണ് കാൽ ഫ്രാക്ചറായിരുന്നു. അന്നേരത്തെ ആ സമയം എന്ന് പറയുന്നത് അവിടെ നിന്ന് എനിക്ക് ഇവിടെ വരാനോ ഇവിടെ നിന്ന് ആർക്കും അവിടെ വന്നിട്ട് സഹായിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. എൻ്റെ റൂംമേറ്റ്സ് ആണെങ്കിലും അവരുടേതായ കാര്യങ്ങളിൽ അവർ ബിസി ആയിരുന്നു. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമേ എനിക്ക് ആരും ഇല്ലല്ലോ ഇവിടെ, എന്നെ ആര് സഹായിക്കും എന്നുള്ള ഒരു വേദന ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈശോ അവിടെ ഞങ്ങളുടെ വാർഡനായ സിസ്റ്റർ എലിസബത്തിലൂടെ വന്ന് എന്നെ ശുശ്രൂഷിക്കുകയും പല രാത്രികൾ ഉറങ്ങാതെ എൻ്റെ അടുത്ത് വന്ന് സിസ്റ്റർ ഇരുന്നിട്ടുണ്ട്. എൻ്റെ റൂംമേറ്റ്സിന് പോലും വളരെ ഡിവൈനായ ഒരു സ്നേഹമോ ഒരു കരുണയോ ഒക്കെ എന്നോട് കാണിച്ച് അവർ ടേൺ എടുത്ത് എന്നെ വാഷ്റൂമിൽ കൊണ്ടുപോയിരുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് അസാധ്യമായ കാര്യമാണത്. അത് തീർച്ചയായും ഈശോ തന്നെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന്. എൻ്റെ കാലിലെ ആ കാസ്റ്റ് ഊരുന്നിടം വരെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് തുണയായി ഉണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഈശോയെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ പറ്റിയ ഒരു സമയം. അപ്പോൾ നമ്മൾക്ക് തകർച്ച വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുന്നത്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ എനിക്ക് തകർച്ച വന്ന സമയത്താണ്, ഞാനിപ്പോൾ 12th കഴിഞ്ഞ് കോളേജ് തുടങ്ങിയ സമയത്ത് നമ്മൾ യൂഷ്വലി എല്ലാവരെയും പോലെ കുറച്ച് വിശ്വാസം കുറയും. അപ്പോൾ അങ്ങനെ തകർച്ച വരുമ്പോഴാണ് നമ്മൾ പിന്നെയും ദൈവത്തോട് അടുത്ത് വരുന്നത്. അങ്ങനെ ഞാൻ BComൻ്റെ കൂടെ ACCA എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റോട് തന്നെയാണ് ഞാൻ ACCA എടുത്തത്. പക്ഷെ പഠിച്ചു വന്നപ്പോൾ കുറച്ച് ടഫായിപ്പോയി. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പേപ്പർ അപ്പിയർ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. അതോടെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതോടെ എൻ്റെ ഹോപ്പ് പോയി. ഞാൻ ACCA ക്വിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെക്കൊണ്ട് കഴിയില്ല, ടഫാണെന്നുള്ള രീതിയിൽ ഞാൻ മൊത്തം ക്വിറ്റ് ചെയ്തു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നീ ഹോപ്പ് വിടല്, ദൈവത്തോട് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും, ഒന്നും കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പോയി എക്സാം എഴുതി. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. പിന്നെ അമ്മ എനിക്ക് കുറേ പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും 33 വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ചെല്ലാൻ തുടങ്ങി. എന്നിട്ട് ദൈവകൃപയാൽ എനിക്ക് ലാസ്റ്റ് മാർച്ചിന് 3rd അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി. ഡോണ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് തന്നെ ഉടനെ തന്നെ ലെക്ചറർ ആകാൻ സാധിച്ചു. അപ്പം അന്നേരം അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് ഒന്ന് പങ്കിടാമോ? അപ്പം ഞാൻ ഇവിടുന്ന് മാറി നിന്ന സമയത്ത് ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ട വന്നപ്പോൾ എനിക്ക് ഒത്തിരി ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്ത ടൈമുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഈശോ മാത്രമായിരുന്നു. ഞാൻ എപ്പോഴും ഈശോ ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കൺസിഡർ ചെയ്ത് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നവരെ ഈശോനോട് സംസാരിച്ച് എല്ലാ ദിവസവും രാവിലെ എനിക്ക് മാസിന് പോകാനായിട്ടും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും റോസറിക്കും ഉള്ള ടൈം ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അത്രയും ഞാൻ ഈശോനോട് ഏറ്റവും അടുത്ത സമയം എൻ്റെ ഹോൾ ലൈഫിൽ ഹോസ്റ്റലിലായിരുന്നപ്പോഴാണ്. അത് കാരണം എനിക്ക് പല നെഗറ്റീവ് എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും താങ്ക്ഫുള്ളാണ് ആ നെഗറ്റീവ് എക്സ്പീരിയൻസസ് എനിക്ക് ദൈവം തന്നതിൽ. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും കൂടെ അടുക്കാൻ പറ്റിയത്.
ഡോണ പറഞ്ഞതുപോലെ ഞാനും ലോൺലി ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് വിഷമം വന്നിരിക്കുമ്പോഴോ ഞാനും ദൈവത്തോട് സംസാരിക്കാറുണ്ട്. ബൈബിളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഞാൻ ബൈബിള് ഇടയ്ക്കെടുത്ത് വായിക്കും. ഇടയ്ക്ക് ചിലതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ ചിലതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തും. അതിലൊരു വാക്യമാണ് ഏശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായപ്പോൾ ഏത് സാഹചര്യം വന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും. ഏത് വഴി കൂടെ ഞാൻ പോയാലും എപ്പോഴും എന്നെ ശക്തിപ്പെടുത്താനായിട്ട് ദൈവം ഉണ്ടാവും എന്ന് എനിക്കൊരു വിശ്വാസം വന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ കോളേജ് ലൈഫിലേക്ക് ഒന്ന് പോയി. അവിടെ ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു കുരിശ് കാണും. എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടി എന്നും കാണും. അപ്പോൾ എൻ്റെ തന്നെ ഒരു ഫ്രണ്ട്, ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് തന്നെ വളരെ മോശമായ രീതിയിൽ കർത്താവിനെ പറ്റി പറയുകയും ഇത്രയും ബലഹീനനായ ഒരാളെയാണോ നീ പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് നമുക്ക് വളരെ ദുഃഖം തോന്നുന്ന രീതിയിലായിരുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ആ പുള്ളി കർത്താവിനെ പറ്റി പറഞ്ഞത്. പക്ഷെ എന്നാലും അവിടെയും എനിക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ഈ കർത്താവ് മരിച്ചത്, ഈ ഈശോ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അവിടെ പറയാനൊരു ഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ഡോണ പെട്ടെന്ന് കോളേജ് ലൈഫിൽ നിന്ന് ലെക്ചററായെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായ എക്സ്പീരിയൻസസ് ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? ഞാൻ MCOM കഴിഞ്ഞതേയാണ് എനിക്ക് ലെക്ചറർ ആവാനുള്ള ദൈവം അനുഗ്രഹിച്ച് കിട്ടിയത്. അപ്പം അന്നേരം എനിക്ക് അങ്ങനെ പെട്ടെന്ന് സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു ലെക്ചറർ ആയപ്പം ഉണ്ടായ ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ട വന്നു. പക്ഷേ അതെല്ലാം ദൈവം സഹായിച്ച് എല്ലാം ദൈവം തന്നെ നയിച്ചു. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ കയറിയപ്പം എനിക്ക് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായി. എനിക്ക് കുറേ കാര്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ ലൈഫിലെ കാണാൻ പറ്റി. അപ്പം എനിക്ക് 2 തരത്തിലുള്ള സ്റ്റുഡൻസിനെയാണ് കാണാൻ പറ്റിയത്. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു ബൈബിൾ വചനം ഷെയർ ചെയ്യാം. 2 തിമോത്തിയോസ് 1:14. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. അപ്പം ഇങ്ങനെ കാത്തു സൂക്ഷിച്ച കുറേ പിള്ളേരെ കണ്ടു. പിന്നെ വഴി തെറ്റിപ്പോയ കുറേ പിള്ളേരെയും കണ്ടു. അപ്പം ഞാൻ ഫസ്റ്റ് ഇയേഴ്സ് തൊട്ട് ഫൈനൽ ഇയേഴ്സ് വരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. അന്നേരം ഞാൻ ഫസ്റ്റ് ഇയേഴ്സ് വരുന്നതേ അവരിങ്ങനെ ഒരു ഇന്നസെൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ അവരുടെ ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് കാണാൻ പറ്റി. അപ്പം ഒത്തിരി തിന്മയിലോട്ടൊക്കെ പോകുന്ന പിള്ളേരെയും ഇഷ്ടം പോലെ കാണാൻ പറ്റി. ലഹരി മരുന്നുകൾക്ക്, പിന്നെ മദ്യം, പിന്നെ ബ്ലൂ ഫിലിംസ്, പിന്നെ തെറ്റായ ബന്ധങ്ങളിൽ പോയി വീഴുന്ന പിള്ളേരെയും ഒക്കെ എല്ലാം കാണാൻ പറ്റി എനിക്ക്. അപ്പോൾ ഒരു ലെക്ചററായിട്ട് ഉള്ളപ്പം എനിക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് കാരണം എനിക്ക് അവരോട് നേരിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ അങ്ങനെ എന്ത് കാണുമ്പോഴും ഞാൻ എപ്പോഴും അവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പം എനിക്ക് പിന്നെയും കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു ലിമിറ്റേഷനൊന്നും ഇല്ലാത്തത് കാരണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ ലഹരി മരുന്നുകൾക്ക് അടിമയായിരുന്നു. എന്നിട്ട് ഒരു എയിംലെസ് ആയിട്ടായിരുന്നു പുള്ളിയുടെ ജീവിതം. ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറേ കോളേജിൽ പോകത്തില്ല. പിന്നെ കുറേ പേപ്പേഴ്സ് ഇങ്ങനെ സപ്ലിമെൻ്ററി ആയിട്ട് ബാക്ക് വന്നു. വളരെ മോശമായ രീതിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പുള്ളീനെ സമർപ്പിച്ച് കുറേ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ധ്യാനത്തിന് പോയപ്പോഴാണെങ്കിലും പുള്ളീനെ സമർപ്പിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. എന്നിട്ട് പെട്ടെന്നല്ലെങ്കിലും പതുക്കെ ആണെങ്കിലും ദൈവം സഹായിച്ച് പുള്ളി എല്ലാ എക്സാംസും കുറേ പേപ്പേഴ്സ് ബാക്ക് ഉണ്ടായിരുന്നു എല്ലാം ക്ലിയർ ചെയ്ത് പിന്നെ ഇപ്പം മാസ്റ്റേഴ്സ് വരെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡോണലോട് പ്രവർത്തിച്ച ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ കാലത്തെ പകുതി യുവജനങ്ങളും വിശ്വാസക്കുറവും പിന്നെ മീഡിയയോടും ഫോണിനോടും അഡിക്ഷനായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതിലൂടെ ചെയ്ത പാപങ്ങൾ അവർ മനസ്തപിച്ച ദൈവം നമ്മളെ തിരിച്ച് സ്വീകരിക്കുമോ എന്നൊരു ഡൗട്ട് അവർക്കുണ്ട്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ദൈവം സ്വീകരിച്ചു. അപ്പോൾ ദൈവം അത്രയും കരുണയുള്ളവനാണ്. അപ്പോൾ നമ്മളും മനസ്തപിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ ദൈവം എന്തായാലും നമ്മളെ 2 കാര്യങ്ങളോടെ സ്വീകരിക്കും. വ്യക്തിപരമായ പ്രാർത്ഥന അത് നമ്മളെ നല്ലോണം സഹായിക്കും. കാരണം എല്ലാ ദിവസവും കുറച്ച് നേരം ദൈവത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് ആനന്ദം നൽകും. പിന്നെ ദൈവത്തോട് എപ്പോഴും കൂടെ ആയിരിക്കാനും സാധിക്കും. ഒന്ന് കുറച്ച്
എല്ലാം നമ്മളിപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പെയോ വാഹനത്തിൽ കയറുന്നതിന് മുമ്പെയോ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം എപ്പോഴും നമ്മുടെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. രണ്ടാമത് ഉള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അതിൻ്റേതായ കൃപ തരും. ഇപ്പോൾ എനിക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പ്രേസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്ത് അടുത്ത രോഗികളും ഓട്ടിസം ഉള്ള കുട്ടികളെയും കാണാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് വരും. അപ്പോൾ ആ ധ്യാനം മൊത്തം ഞാൻ അവർക്ക് വേണ്ടിയാണ് സമർപ്പിക്കാറ്. അപ്പോൾ അതിനുശേഷം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷവും ആനന്ദവും ഉണ്ടാവാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു കൃപ. അതെ, നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ കൂദാശകൾ. എനിക്ക് തോന്നുന്നു യുവജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം അവർ ഉപയോഗപ്പെടുത്തേണ്ട 2 കൂദാശകളാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പറ്റുമ്പോഴൊക്കെ കുർബാന കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിന് ഒരു ചിട്ടയും ഒരു സമാധാനവും ഒരു സന്തോഷമെല്ലാം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അലീനയും ഷെറിലും പറഞ്ഞ പോലെ പേഴ്സണൽ പ്രെയർ, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന, പിന്നെ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. പിന്നെ ജപമാല നമ്മളെ എപ്പോഴും മാതാവിലൂടെ ഈശോയിലോട്ടും അടുപ്പിക്കാനും ഏറ്റവും നല്ലൊരു ഉപകരണമാണ് നമ്മുടെ ജപമാല. അപ്പോൾ നമ്മൾ യൂത്ത്, ഇപ്പം എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, പല വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം ത്രൂ മേരി എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ അതൊക്കെ ഓരോ ആൻറ്റിമാർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ജപമാല ചെല്ലാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പം ആ ഗ്രൂപ്പിൽ ഉള്ളത് കാരണം, അറ്റ്ലീസ്റ്റ് ആ ഒരു കാരണം കൊണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ജപമാലയെങ്കിലും ചൊല്ലാറുണ്ട്. അതോടുകൂടെയാണ് വചനം വായിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്നത് ഏറ്റവും വലിയ ശക്തിയാണ്. സങ്കീർത്തനങ്ങൾ 119, 105. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഈ വചനം എന്നെ നല്ലോണം റിഫ്ലക്റ്റ് ചെയ്ത ഒരു വചനമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വചനം വായിച്ചിട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും. ആ ഒരു ശക്തി നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ ഈശോയെ നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കാതുകളെയും നീ കഴുകണമേ. നീ ആഗ്രഹിക്കുന്ന മാത്രം ഞങ്ങൾ കാണാനും നിന്നെ പ്രസാദിപ്പിക്കുന്ന മാത്രം കേൾക്കാനും നിൻ്റെ അടുക്കിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ അവരെ കൂടുതൽ എത്തിക്കാൻ വേണ്ടിയും ഉള്ള വചനങ്ങൾ ഞങ്ങൾ സംസാരിക്കാനുമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകം മുഴുവനും ഉള്ള യുവജനത്തിനെ നിൻ്റെ അതിപരിശുദ്ധ രക്തത്താൽ നീ കഴുകി സംരക്ഷിക്കണമേ എന്നുള്ളത്. പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഈശോ നമുക്ക് തന്നേക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ ലോകത്തിലെ ജനത്തെ അവിടുത്തെ സ്നേഹം അവർ കൂടുതൽ അറിയാനും ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ഉള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. പിന്നെ നമുക്ക് എന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യമാണ്, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഒരു ചിന്തയോടെ വേണം നമ്മുടെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഈ ലോകത്തുള്ള എല്ലാ യുവജനങ്ങളെയും, പിന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തിലോട്ട് സമർപ്പിക്കുന്നു. മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ നീലക്കാപ്പയിൽ പൊതിഞ്ഞ് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഈശോയെ, നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ കഴുകണമേ. ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കാതുകളെയും നീ കഴുകണമേ. നീ ആഗ്രഹിക്കുന്ന മാത്രം കാണാനും നിന്നെ പ്രീതിപ്പെടുത്തുന്ന മാത്രം കേൾക്കാനും നിന്നെ സന്തോഷപ്പെടുത്തുന്ന വാക്കുകൾ മാത്രം ഞങ്ങൾ ഉച്ചരിക്കാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും നിന്റെ തിരുരക്തത്താൽ നീ കഴുകി നീ സംരക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരദാന ഫലങ്ങളാൽ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ സാക്ഷികളായി വളരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 71 അധ്യായം 16 വാക്യത്തിൽ പറയുന്നു, ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഇപ്പോൾ നാം ശ്രവിച്ച മക്കളെ പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ലോകത്തിൻ്റെ പ്രകാശമായി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പിന്നാലെ അനേകർ പായുമ്പോൾ ഈശോയാൽ കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞ് അനേകം യുവതി യുവാക്കൾ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ.
ജപമാലയും ദൈവവചനവും കൂദാശകളും അവർക്കെന്നും സംരക്ഷണമായി തീരട്ടെ. രോഗശയ്യയിലായിരിക്കുന്നവർക്ക് നാം ഈശോയെ പകർന്നു കൊടുക്കുമ്പോൾ ദൈവം അതേസമയം നമ്മളുടെ മക്കളെ ദൈവഹിതമനുസരിച്ച് വളർത്തട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.